എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെയുണ്ട്? പെർഫോമൻസ് ആരാ ഇഷ്ടപ്പെട്ട കൂടുതലായിട്ട്? എല്ലാവരും വെച്ച് വിനായകന് ഇതിലാണ് ആരാ ഇഷ്ടപ്പെട്ടത്? കണ്ടിരിക്കാം. വിനായകന്റെ പെർഫോമൻസ് ആണ്. എങ്ങനെയുണ്ട് പണം? രാജേട്ടന്റെ ആക്ടിങ് ഫിലിം എങ്ങനെയുണ്ട്? ഫാമിലി പടമാണോ? സുരാജേട്ടൻ എങ്ങനെയുണ്ട്? സന്തോഷമുണ്ട് ഈ ഒരു പടത്തെ അഭിനയിക്കാൻ പറ്റിയത്. വിനായകന്റെ കോമഡി പെർഫോമൻസ് എങ്ങനെയുണ്ട്? വില്ലനൊക്കെ അല്ല നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ല നമ്മൾ കണ്ടിരിക്കുന്ന കൂടുതൽ വില്ലൻ ഒരു ബൈക്ക് കൂടി എങ്ങനെയുണ്ടായി? ഇഷ്ടായോ? ഞാൻ കണ്ടു തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കിടന്ന ഡാൻസും ബഹളവും. എന്തായാലും ഒരുപാട് സന്തോഷം. വിനായകൻ ഭായി വന്നില്ല, ഞാൻ മാത്രമേ. ഇതൊരു പ്രത്യേകതരം വൈരാഗ്യമുള്ള ഒരു സിനിമയാണ്. വൈരാഗ്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരോടും പറയുക. കാണാത്തവർ ഈ സിനിമ കാണുക. തെക്ക് വടക്ക്. താങ്ക് യു. സുരാജും വിനായകനും മത്സരിച്ച് അഭിനയിക്കുന്ന സിനിമ കാണണമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. രണ്ടുപേരും കണ്ടക്കിൽ നിന്ന് അഭിനയിക്കുന്ന സുരാജും നമ്മുടെ വിനായകനും അവരുടെ ഈ വർഷത്തെ ഏറ്റവും നല്ല പെർഫോമൻസാണ്. അവർ രണ്ട് കോമ്പറ്റീറ്റ് ചെയ്തിരുന്ന രണ്ട് ഫ്രണ്ട്സിൻ്റെ കോമ്പറ്റീഷനാണ്. അവരുടെ കിടിലൻ പെർഫോമൻസ് ഈ വർഷത്തെ കിടിലൻ പെർഫോമൻസ് ആണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. തെക്ക് വടക്ക് വിനായകൻ വേഴ്സസ് സുരാജ്. രണ്ടുപേരുടെയും ആ ഒരു എക്സ്പ്രഷൻസ് ഭംഗിയാണ്. പക്ഷെ നമുക്കത് കുറച്ച് ഫണ്ണായിട്ട് സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ഷോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഫണ്ണായിരുന്നു. ഞങ്ങളെയും കൂടെ അതിലേക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും എല്ലാവരും അടിപൊളി. എല്ലാവരും നല്ല പറഞ്ഞുണ്ട്. എല്ലാവരും കൂടി കാണുക. ഓക്കെ, പടം എനിക്കിഷ്ടം. അവരുടെ ആ ഒരു ചേഞ്ചാണ്, നമ്മുടെ ബോഡിയിലുള്ള ഒരു ചേഞ്ചാണ് ഇതിൽ മെയിനായിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഫണ്ണായിട്ടുണ്ടായിരുന്നു. അവരുടെ ബോഡി മൂവ്മെന്റ് ആണെങ്കിൽ പോലും ഒരു ഫണ്ണായിട്ടുണ്ടായിരുന്നു. നല്ല നല്ല രീതിയിൽ ചെയ്തു. എൻ്റെ അമ്മായി അച്ഛനെ കൊണ്ട് പറയില്ല,